Welcome back to yet another beautiful video of Mary Jan 2020. ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ബീച്ചിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഒരു എക്സിബിഷൻ നടക്കുന്നത് കണ്ടത്. റോബോട്ടിക് ആനിമൽ എക്സിബിഷനാണ്. അപ്പോൾ അങ്ങോട്ടും കൂടെ ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചപ്പം അങ്ങോട്ട് കയറണമെങ്കിൽ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 50 രൂപയാണ് കേട്ടോ. നമ്മൾ അകത്തോട്ട് വെൽക്കം ചെയ്യുന്നത് ഇതുപോലെ DJ ലൈറ്റ്സൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അതിന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് റോബോട്ടിക് ആനിമൽസാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോൾസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്ത ഉപകരണങ്ങളും കോയിൻസും അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. യന്ത്രൂഞ്ഞാല പോലുള്ള ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഉള്ളു പണ്ടുണ്ടായപ്പോൾ. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇറങ്ങുന്നത് സ്റ്റോൾസിലോട്ടാണ് കേട്ടോ. ഇവിടെ പലതരം വെറൈറ്റി സ്റ്റോൾസ് ഉണ്ട്. ഇവിടെ ഫിക്സഡ് റേറ്റാണ്. ഇവിടെ പോയി നമുക്ക് ബാർഗെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയണ പ്രൈസ് നമ്മൾ കൊടുക്കണം. നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ച മിഠായികൾ അങ്ങനെയുള്ള എല്ലാ സ്റ്റോൾസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഫുഡൊക്കെ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവർ തരുന്നുണ്ട്. തിണ്ടിത്തിരിയിലൊടുവിൽ നമ്മൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സ്റ്റോളിലോട്ട് ചെന്ന് കയറി കൊടുത്തിട്ടോ. നമ്മൾ റേറ്റ് ചോദിക്കാതെ തന്നെ ഒരു ബ്ലൂ മൊയ്റ്റോയും ഗ്രേപ്പ് മൊയ്റ്റോയും പിന്നെ ഒരു സ്ട്രോബെറി മിൽക്കും നമ്മൾ ഓർഡർ ചെയ്തു. വന്നു കുടിച്ചു, വലിയ കുഴപ്പമില്ല. ബ്ലൂ മൊയ്റ്റോയും സ്ട്രോബെറി മിൽക്കും ഓക്കെ. ഗ്രേപ്പ് കുറച്ചും കൂടെ പാളിപ്പോയി. പക്ഷേ റേറ്റ് മാരക റേറ്റാണ്. 60ഉം 80ഉം ഒക്കെയാണ്. അതിന് മാത്രമുള്ള ക്വാണ്ടിറ്റിയും ടേസ്റ്റും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ആദ്യം പ്രൈസൊക്കെ ചോദിച്ച് ഓക്കെ ആക്കിയിട്ട് വാങ്ങിക്കുക. നമ്മളെ മാതിരി പൊട്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക.
എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ആനിമേഷൻ തിയേറ്റർ. 100 റുപ്പീസാണ് പെർ ഹെഡിന്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമെന്ന് പറയുന്നു. അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. പക്ഷേ ഇതുവരെ ആരും റീഫണ്ട് ചെയ്യണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് അവരുടെ ടി വിയിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അടുത്തത് ഞങ്ങൾ പോയത് ബീച്ചിലോട്ടാണ്. ബീച്ചിൽ 2023 യാത്രയാക്കാനും 2024 വരവേൽക്കാനും കോഴിക്കോട്ടുകാർ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബീച്ച് നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ വക ഹാപ്പി ന്യൂ ഇയർ.